Hi all, welcome to Veranda YouTube channel. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചിട്ടാണ് അല്ലേ. നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് എക്സാം വരുന്നു അല്ലേ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള എക്സാംസ് വരുന്നു. അതുപോലെ 10th മെയിൻസ് നമ്മൾ എന്താണ് വെയിറ്റ് ചെയ്ത് നിൽക്കാനല്ലേ. മാർക്സ് പ്രിലിംസ് പാസ്സായി അടുത്ത മെയിൻസിന് വേണ്ടിയിട്ട് അല്ലേ, പ്രിലിംസ് പാസ്സായി ലിസ്റ്റ് വന്നിട്ടില്ല, എന്നിരുന്നാലും മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഒരു 3-4 മാസത്തിനുള്ളിൽ അതിൻ്റെ എക്സാം കാണുമെന്ന് നമ്മൾ കരുതുന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് വേൾഡ് ഹിസ്റ്ററി അല്ലെ. വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ കഴിഞ്ഞ ഒരു സെഷൻ എടുത്തിരുന്നു, അത് റഷ്യൻ റവല്യൂഷൻ ആയിരുന്നു. ഇപ്പോൾ ഇത് അധികം ആരും എടുക്കാത്തൊരു ടോപ്പിക്കാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ അല്ലേ. പക്ഷേ ഇതിന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടല്ലേ, കഴിഞ്ഞ പ്രിലിംസിനൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ പോർഷനാണ്, നമുക്ക് കുറച്ച് സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ചെറിയൊരു പോർഷനാണ് ലാറ്റിൻ അമേരിക്കൻ. വളരെ ഡീപ്പാർട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനൊരു മാർക്ക് ചോദിച്ചത് റാങ്ക് മേക്കിംഗ് ആയിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ തെറ്റിപ്പോയിരുന്നു, കാരണം ചില വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ SSCയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ PSCയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ എക്സ്പെർട്സ് നിങ്ങളെ അതിന് കോൺടാക്ട് ചെയ്യും, നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ അത് തീർത്തു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം ലാറ്റിൻ അമേരിക്ക അല്ലെ. എന്താണ് ലാറ്റിൻ അമേരിക്ക? എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് ലാറ്റിൻ അമേരിക്ക എന്നുള്ളത് അല്ലേ. അപ്പോൾ ലാറ്റിൻ ഭാഷ സംസാരിക്കുന്നത് എങ്ങനെയാണ് അമേരിക്കയിൽ വരുന്നത്? അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വരുന്ന ഒരു പ്രദേശമാണല്ലോ ലാറ്റിൻ അമേരിക്ക. അപ്പം നമുക്ക് അത് എന്താണെന്ന് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ അടുത്ത സ്ലൈഡ് എന്താണെന്ന് നോക്കാം. സോ നമുക്ക് നോക്കാം അല്ലേ. തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, അതുപോലെ എന്താണ് വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ അല്ലെ. തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, അതുപോലെ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ ചേർന്നതാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് അല്ലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ. തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ ചേർന്നതാണ് ലാറ്റിൻ അമേരിക്ക. അതെങ്ങനെയാണ് ലാറ്റിൻ വരുന്നത് അല്ലെ? ഈ 16-17 നൂറ്റാണ്ടുകളിൽ അല്ലെ സ്പെയിൻകാരുടെയും അതുപോലെ പോർച്ചുഗീസുകാരുടെയും മറ്റ് ചില യൂറോപ്യൻ, അപ്പോൾ നെതർലാൻഡ്, അതായത് ഹോളണ്ട് എന്നൊക്കെ അറിയപ്പെട്ടത്, അന്ന് ഹോളണ്ട് എന്നാണ് അറിയപ്പെട്ടത്, അതിന്റെ പുതിയ പേരാണ് നെതർലാൻഡ് അല്ലെ. ഇവരുടെയൊക്കെ കോളനി ആയിരുന്നു നമ്മുടെ എന്താണ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ അല്ലെ, തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ അല്ലെ. അപ്പോൾ 16-17 നൂറ്റാണ്ടുകളിൽ സ്പെയിൻകാരുടെയും പോർച്ചുഗീസുകാരുടെയും കയറ്റത്തിനെതിരെ നടന്ന വിപ്ലവമാണ് എന്താണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. എന്താണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം? സ്വാഭാവികമായിട്ടും അല്ലെ. ഇപ്പോൾ സ്പെയിൻ അല്ലെ, സ്പെയിനിലാണ് ലാറ്റിൻ ഭാഷ സംസാരിക്കുന്നത്. സോ അവരുടെ കോളനി ആയതുകൊണ്ട് ആ ഭാഷ അവിടെ കൂടുതൽ പ്രചാരത്തിലായി. അങ്ങനെയാണ് ആ സമൂഹം അല്ലെ ലാറ്റിൻ അമേരിക്ക അല്ലെ, ആ തെക്കേ അമേരിക്കയിലെ അല്ലെങ്കിൽ മധ്യ അമേരിക്കയിലെ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളെല്ലാം ലാറ്റിൻ അമേരിക്കയായിട്ട് മാറിയത് അല്ലെ. സ്പെയിൻകാരുടെയും പോർച്ചുഗീസുകാരുടെയും കോളനി ആയിരുന്നു കുറെ നൂറ്റാണ്ടുകളോടെ അല്ലെ. നമുക്ക് ഈ മെർക്കന്റലിസ്റ്റ് നിയമമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ മെർക്കന്റലിസ്റ്റ് അല്ലെ, ബ്രിട്ടീഷുകാർ മെർക്കന്റലിസ്റ്റ് നിയമം അല്ലെ, ഇംഗ്ലണ്ട് മെർക്കന്റലിസ്റ്റ് നിയമം കൊണ്ടുവന്നു. അപ്പോൾ അതിനെതിരെയൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നതെന്നൊക്കെ നമുക്കറിയാം. അതുപോലെയുള്ള മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ ഇവിടെയും എന്താണ് ഈ സ്പെയിൻ പോർച്ചുഗീസുകാർ നമ്മുടെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്നു. സോ അതിനെതിരെ കൂടി നടന്ന ഒരു സ്വാതന്ത്ര്യ സമരം കൂടിയാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. ഇനി ലാറ്റിൻ അമേരിക്കൻ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അല്ലെ, സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിപ്ലവം ഉണ്ടാകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. സോ നമുക്ക് കുറെ ആൾക്കാരല്ലേ, ഇപ്പോൾ ഇന്ത്യയിൽ ഗാന്ധിജി അറിയാം, അതുപോലെ അമേരിക്കയിൽ ജോർജ് വാഷിങ്ടണിനെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ പല രാജ്യങ്ങളല്ലേ, റഷ്യയിൽ ഇപ്പോൾ ലെനിനും സ്റ്റാലിനും ഒക്കെ വരുന്നുണ്ട്, പിന്നെ ചൈനയിലാണെങ്കിൽ മാവോസെ തൂങ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ആരാണ് നേതൃത്വം കൊടുത്തത് വിപ്ലവങ്ങൾക്ക്? നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട 3 പേര് ദാ സൈമൺ ബൊളീവർ. നമ്മൾ കുറച്ച് പേരെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടാവും. ദെൻ ഫ്രാൻസിസ്കോ മിറാൻഡ. ഓക്കെ, ദെൻ ജോസെ ഡി സാൻ മാർട്ടിൻ. അപ്പൊ ആരൊക്കെയാണ്? സൈമൺ ബൊളീവർ, ഫ്രാൻസിസ്കോ മിറാൻഡ, അതുപോലെ ജോസെ ഡി സാൻ മാർട്ടിൻ. ഓക്കെ, അപ്പോൾ ലാറ്റിൻ അമേരിക്ക എന്താണെന്ന് പഠിച്ചു. അപ്പോൾ എന്തിനെതിരെയാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ നടന്നതെന്ന് പഠിച്ചു. സോ പ്രധാനപ്പെട്ട നേതാക്കൾ ആരാണെന്ന് നമ്മൾ പഠിച്ചു. സോ നമുക്ക് ഇനി അടുത്ത് എന്താണ് നോക്കാം. നമുക്ക് ഫ്രാൻസിസ്കോ മിറാൻഡയെ കുറിച്ച് നോക്കാം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ആദ്യം ശബ്ദമുയർത്തിയ വ്യക്തിയാണ് ഫ്രാൻസിസ്കോ മിറാൻഡ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശബ്ദമുയർത്തിയ അല്ലെ, വിപ്ലവങ്ങൾക്ക് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആരാണ്? ഫ്രാൻസിസ്കോ ഡി മിറാൻഡ. അതുപോലെ വെനസ്വേല അല്ലെ, ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് വെനസ്വേല. ഓക്കെ, വെനസ്വേലയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും
നേതൃത്വം നൽകിയ ആദ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? ഫ്രാൻസിസ്കോ ഡി മിറാൻഡ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ കാണും അല്ലെ, വെനസ്വേല അല്ലെ. ഇപ്പോൾ വെനസ്വേല നേരത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്താണ്, യൂറോപ്യൻ രാജ്യങ്ങൾ, പോർച്ചുഗീസ്, സ്പെയിനിൽ നിന്നൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ നേരിട്ടതെന്നെങ്കിൽ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം നേരിടുന്നത് അവരുടെ തന്നെ ഉള്ളിലുള്ളതായ അമേരിക്കയിൽ നിന്നുമാണ് അല്ലെ. ഇപ്പോൾ വെനസ്വേല അതുപോലെ പല പ്രാവശ്യം അമേരിക്കൻ പട്ടാള അട്ടിമറിക്കൊക്കെ വിധേയമാക്കപ്പെട്ട ഒരു രാജ്യമാണ്. പക്ഷെ അവരെ കഷ്ടിച്ചതിൽ നിന്ന് രക്ഷപ്പെടുത്തു പോകുന്നുണ്ട് അല്ലെ. ഇപ്പോൾ നമ്മൾ സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്, അവരുടെ ചരിത്രം, അവരുടെ ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അങ്ങനെയാണ് പരീക്ഷകളിലേക്ക് ഒരു ചോദ്യകർത്താവ് എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പത്രങ്ങൾ ധാരാളമായി വായിക്കുക. ദിവസം നമ്മൾ PSC പഴയ ചെയർമാൻ പറഞ്ഞതുപോലെ 1-2 പത്രങ്ങൾ ഒരു ദിവസം വായിക്കാൻ ശ്രമിക്കുക അല്ലെ. അപ്പോൾ സമകാലിക സംഭവങ്ങളിൽ നിന്നും അവരുടെ ആ സംഭവത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയും രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് പോവുകയും അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയും കൂടുതലായിട്ടുണ്ട്. സോ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രാൻസിസ്കോ ഡി മിറാൻഡയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശബ്ദമുയർത്തിയ വ്യക്തി, അതുപോലെ വെനസ്വേലയുടെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും ആരാണ്? ഫ്രാൻസിസ്കോ മിറാൻഡ. സോ അടുത്ത ആളെ നോക്കാം, സൈമൺ ബൊളീവർ. നമ്മൾ കൂടുതലായിട്ട് ആൾക്കാർ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പേരാണ്. ഓക്കെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ അഥവാ ലിബറേറ്റർ. PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ അഥവാ ലിബറേറ്റർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സൈമൺ ബൊളീവർ അല്ലെ. നിങ്ങൾ ഈ പേരൊന്ന് ഓർത്തിരിക്കുക, കാരണം നമ്മൾ അടുത്ത സെഷൻ വരുമ്പോൾ വേറൊരു പേര് പിടിക്കും, അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ലിബറേറ്റർ ആരാണ്? സൈമൺ ബൊളീവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ലിബറേറ്റർ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബൊളീവർ. ഇനി തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നതും ആരാണ്? സൈമൺ ബൊളീവർ ആണ്. ജോർജ് വാഷിംഗ്ടൺ ആരായിരുന്നു അല്ലെ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ അമേരിക്കയുടെ 1ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ജോർജ് വാഷിംഗ്ടൺ അല്ലെ. അമേരിക്കയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ജോർജ് വാഷിംഗ്ടൺ ആണ് അല്ലെ. അപ്പോൾ തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളീവർ ആണ്. കാരണം എന്താ, നമുക്ക് നോക്കാം. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങൾക്ക് വിദേശാധിപത്യത്തിൽ നിന്നും അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ മോചിപ്പിച്ച നേതാവാണ് ആര്? സൈമൺ ബൊളീവർ. അതൊക്കെ ഏതൊക്കെ രാജ്യങ്ങളാണ്? വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു അല്ലെ. പ്രധാനപ്പെട്ട 4 രാജ്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ആ വിപ്ലവ നേതാവ് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? സൈമൺ ബൊളീവർ. രാജ്യങ്ങളുടെ പേര് ഒന്നുകൂടി ശ്രദ്ധിക്കുക. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു അല്ലെ. സോ ഈ വിദേശാധിപത്യം പ്രധാനമായിട്ടും എന്താണ്? സ്പെയിനിന്റെ ആധിപത്യത്തിലായിരുന്നു ഈ രാജ്യങ്ങളൊക്കെയും എന്ന് ഓർത്തിരിക്കുക. സോ സൈമൺ ബൊളീവറിനെ കുറിച്ച് പഠിച്ചു. എന്താണ്? വിമോചകൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ അഥവാ ലിബറേറ്റർ എന്നറിയപ്പെടുന്നു അല്ലെ. തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ അറിയപ്പെടുന്നു. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളെ വിമോചനാക്കി. എവിടെ നിന്ന്? യൂറോപ്യൻ ശക്തികളിൽ നിന്ന്. പ്രധാനപ്പെട്ട ആരാണ്? സ്പെയിൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത ആളെ നോക്കാം. ജോസേ ഡി സാൻ മാർട്ടിൻ. അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും രക്ഷിച്ച അല്ലെ മോചിപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജോസേ ഡി സാൻ മാർട്ടിൻ. ഏതൊക്കെ രാജ്യങ്ങളാണ്? അർജന്റീന, ചിലി. നമ്മൾ നേരത്തെ വേറൊരാളെ പറഞ്ഞു അല്ലെ, അതാരായിരുന്നു അല്ലെ? ലാറ്റിൻ അമേരിക്കൻ. സൈമൺ ബൊളീവർ ഏതൊക്കെയായിരുന്നു? വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു. മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ജോസേ ഡി സാൻ മാർട്ടിൻ ആരാണ്? അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജോസേ ഡി സാൻ മാർട്ടിൻ. മാറിപ്പോകരുത്. ഓക്കെ, ഇനി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ അഥവാ പ്രൊട്ടക്ടർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ അഥവാ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? ജോസേ ഡി സാൻ മാർട്ടിൻ. ഓക്കെ, നമ്മൾ ലിബറേറ്റർ പറഞ്ഞു, അതാരാണ്? സൈമൺ ബൊളീവർ അല്ലെ. ലിബറേറ്റർ സൈമൺ ബൊളീവർ. ഇനി പ്രൊട്ടക്ടർ ആരാണ്? ജോസേ ഡി സാൻ മാർട്ടിൻ. മാറിപ്പോകരുത്, തിരിഞ്ഞു പോകരുത്. പ്രീവിയസ് ക്വസ്റ്റ്യനിലാണ്. ഓക്കെ, അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ, പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടത് ആരാണ്? ജോസേ ഡി സാൻ മാർട്ടിൻ. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെട്ടത് അല്ലെ? അപ്പൊ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സംരക്ഷണം. അദ്ദേഹം എന്താണ്? പെറുവിലെ പ്രൊട്ടക്ടറായിട്ട് ആ സമയത്ത് വിപ്ലവ സമയത്ത് പെറുവിലെ പ്രൊട്ടക്ടറായിട്ട് അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ അവരോധിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംരക്ഷകൻ, പ്രൊട്ടക്ടർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ദെൻ
ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സൈന്യമായിരുന്നു ആൻഡീസ് സൈന്യം. ആൻഡീസ് സൈന്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ആൻഡീസ് അല്ലെ, ആൻഡീസ് പർവ്വത നിരകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ജോഗ്രഫി വേൾഡ് ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? ആൻഡീസ് പർവ്വത നിരകൾ എവിടെയാണ്? അപ്പോൾ തെക്കേ അമേരിക്കൻ വൻകരയിലാണ് ആൻഡീസ് പർവ്വത നിരകൾ ഉള്ളത്. അപ്പോൾ സ്പെയിനിനെതിരെ ആൻഡീസ് സൈന്യം രൂപീകരിച്ച വ്യക്തിയാണ് ആര്? ജോസെ ഡി സാൻ മാർട്ടിൻ. സ്പെയിനിനെതിരെ ആൻഡീസ് സൈന്യം രൂപീകരിച്ച വ്യക്തിയാണ് ജോസെ ഡി സാൻ മാർട്ടിൻ. എന്തായിരുന്നു പ്രത്യേകത? ആൻഡീസ് പർവ്വതനിരകളിലൂടെയുള്ള പ്രവർത്തനമായിരുന്നു അല്ലെ. അപ്പൊ വിപ്ലവ സമയത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സമയത്ത് എന്താണ് ആൻഡീസ് പർവ്വതനിരകൾ കേന്ദ്രീകരിച്ച് യുദ്ധം നടത്തിയിരുന്ന ആളാണ് ജോസെ ഡി സാൻ മാർട്ടിൻ. അതെ, ആ ആൻഡീസ് പർവ്വതനിരകളിൽ കൂടിയായിരുന്നു അദ്ദേഹം വിദേശ ശക്തികൾക്കെതിരെയുള്ള ആക്രമണങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ താവളമൊക്കെ ആൻഡീസ് പർവ്വതനിരകളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സൈന്യത്തെ ആൻഡീസ് സൈന്യം എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്നാ? ഒരു പോയിന്റ് കൂടി പഠിച്ചു. ആൻഡീസ് പർവ്വതനിരകൾ ഇപ്പൊ എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണെന്ന് പഠിച്ചു. അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ ആൻഡീസ്, റോക്കീസ്. അപ്പൊ റോക്കീസ് എവിടെയാണ്? അത് നോർത്ത് അമേരിക്കയിലാണ്. ഓക്കെ, നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ് ഏതാ റോക്കീസ്. എന്നാൽ ആൻഡീസ് സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ്. ഓർത്തിരിക്കുക. സോ നമ്മളിവിടെ പഠിച്ചത് എന്താണ്? ജോസെ ഡി സാൻ മാർട്ടിൻ ആണ് അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നു. അതുപോലെ പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ അഥവാ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നു. സ്പെയിനെതിരായിട്ട് എന്താണ് ആൻഡീസ് സൈന്യം തുടങ്ങിയ വ്യക്തിയാണ് ജോസെ ഡി സാൻ മാർട്ടിൻ. ഓർത്തിരിക്കുക. സോ നമ്മൾ പ്രധാനപ്പെട്ട 3 പേരെയും ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 2 പോയിന്റ് കൂടി ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 2 പോയിന്റ് കൂടിയാണ് നോക്കാനുള്ളത്. ദെൻ തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാര കേന്ദ്രമാണ് മാച്ചു പിച്ചു എന്ന് പറയുന്നത് അല്ലെ. അതെവിടെയാണ്? പെറുവിലാണ്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാര കേന്ദ്രമാണ് മാച്ചു പിച്ചു എന്നറിയപ്പെടുന്നത് അല്ലേ. നമുക്കറിയാം ഇൻക സംസ്കാരം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ ഇവിടെ ആയിരുന്നു. നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ എന്തിരൻ എന്ന് പറയുന്ന എന്തിരൻ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് നിങ്ങളൊരു പാട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഐശ്വര്യ റായിയും പിന്നെ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുണ്ട്. അപ്പൊ അതിന് ആ ഒരു കിളിമഞ്ചാരോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അത് കിളിമഞ്ചാരോ അല്ല, എന്താണ് അത് മാച്ചു പിച്ചു ആണ്. ഓക്കെ, ഇൻക സംസ്കാരത്തിന്റെ കീറ്റില്ലമായിട്ടുള്ള മാച്ചു പിച്ചുവിനെയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാര കേന്ദ്രമാണ് മാച്ചു പിച്ചു അഥവാ മാച്ചു പിച്ചു. അത് ഏത് രാജ്യത്താണ്? പെറു എന്ന് പറയുന്ന രാജ്യത്താണ്. ഓക്കെ, ഇനി ഈ മാച്ചു പിച്ചുവിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഗോത്രവർഗത്തെ കുറിച്ച് അല്ലെ കവിത എഴുതിയ ഒരാളുണ്ട്. അതാരാണ്? പാബ്ലോ നെരൂദ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാബ്ലോ നെരൂദ. ആ കവിതയുടെ പേരാണ് അല്ലെങ്കിൽ ആ ബുക്കിന്റെ പേരാണ് ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു. ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു. അത് ആരാണ് എഴുതിയത്? പാബ്ലോ നെരൂദ. പാബ്ലോ നെരൂദ എന്ന ചിലിയൻ കവി. ഏതാണ്? ചിലിയൻ കവിയാണ് പാബ്ലോ നെരൂദ. ഓർത്തിരിക്കുക, ചിലിയൻ കവിയാണ്. ഓക്കെ, ചിലിയൻ കവിയാണ് പാബ്ലോ നെരൂദ എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക അല്ലെ. ഒരു നമ്മുടെ ഈ പാബ്ലോ നെരൂദ ഈ തെക്കേ അമേരിക്കയിലേക്ക് അല്ലെ ഈ മാച്ചു പിച്ചു കാണുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ മാച്ചു പിച്ചു കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഒരു യഥാർത്ഥ മനുഷ്യനായതും ഒരു കവിയായി മാറിയതും എന്നാണ്. ഓക്കെ, അപ്പൊ അത്രയും മനോഹരമായ ഒരു സ്ഥലം അല്ലെ. അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഗോത്രവർഗ സംസ്കാരം, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ കവിതകളിൽ അല്ലെ ആ കവിതയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അല്ലെ ലാറ്റിൻ അമേരിക്കൻ, ഞാൻ ആദ്യമേ പറഞ്ഞു ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ വളരെ ചെറിയൊരു പോർഷനാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഇനി നിങ്ങൾക്ക് എന്താണ് സെൽഫ് സ്റ്റഡി നടത്താം അല്ലെ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് അന്വേഷിക്കുകയും കണ്ടെത്തുകയൊക്കെ ചെയ്യാം. ഓക്കെ, നോർമൽ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ കൊറീസ് കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു, കൂടുതൽ കൊറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്യാം. ഞങ്ങളുടെ എക്സ്പെർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതുപോലെ ഈ ഞങ്ങളിപ്പോൾ കാണിച്ച ഈ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട PDF നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ നമുക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് നോട്ട്സ് താഴെ തന്നെ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സോ താങ്ക് യു.